Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. എല്ലാവർക്കും good morning. എൻ്റെ പേര് Rintu Sebastian. നമ്മുടെ എഡിറ്റോറിയൽ അനാലിസിസിലേക്കും അതുപോലെ വൊക്കാബുലറി ഡിസ്കഷനിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആൻഡ് വൊക്കാബുലറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സെഷൻ ആൻഡ് ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോട്ട് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നത്തിങ് ഇൻ ലൈഫ് ഈസ് ടു ബി ഫിയർഡ്, ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. മേരി ക്യൂറി പറഞ്ഞതാണ്, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല. പുതിയതായിട്ട് അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അല്ലേ? അതിനെ ചുമ്മാ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഒരു കാര്യം അറിയാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് പേടിയായിട്ട് തോന്നുന്നു. സോ അതിന് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു അപ്രോച്ചിൽ നമുക്ക് ലൈഫിനെ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് സെഷനാണ്, നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ. അപ്പം നമ്മുടെ സെഷൻ ഇങ്ങനെയാണ് പോകുന്നത്, എല്ലാ ദിവസവും ആർട്ടിക്കിൾ റീഡിങ്, അതിനുശേഷം നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ് നമ്മുടെ ആർട്ടിക്കിൾ ഉള്ളത് വായിക്കും. അപ്പോൾ അതിനു മുമ്പ് ആർട്ടിക്കിൾ വായിക്കും, ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ, ജനറൽ അവയർനെസ് ഓഫ് കോഴ്സ്, ആൻഡ് അതിലൂടെ ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻഡ് ഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ഓരോ വേർഡ്സും പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കും. എന്നിട്ട് നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഓഫ് ദ ആർട്ടിക്കിൾ നോക്കും. എന്നിട്ട് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. ആൻഡ് ഓവർ ടു യുവർ ഹോം വർക്ക്, സ്പോട്ട് ദർ സ്പോട്ടിങ്ങിലോട്ട് പോകും. എന്നിട്ട് ഇന്നത്തെ ഹോം വർക്ക് തരും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഒരുപാട് ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്. എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്, കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അതിനു മുമ്പ് രണ്ട് ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറയണ്ടേ. ഒരു ആർട്ടിക്കിൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻ, സ്പെഷ്യൽ ആക്ടിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് അതിൽ സെക്ഷൻ 6A പറ്റി, അതിന് കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ. അപ്പോൾ എന്തൊക്കെ മാറ്റമാണ്, എന്താണ് ആർട്ടിക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെയുള്ളൊരു ആർട്ടിക്കിൾ. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ആർട്ടിക്കിളാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒരു പൊളിറ്റിക്കൽ അജണ്ട യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പാടില്ല എന്നത്. അപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ, ആന്ധ്രാപ്രദേശിലെ AP സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കാം കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പൊളിറ്റിക്കലി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള മിനിസ്റ്റേഴ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ആളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ ഒരു ഇൻറ്റൻഷൻ ഇൻവെസ്റ്റിഗേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ, ആ പ്രോബിനെ അത് അഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഓണസ്റ്റി അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്ന് ഉണ്ട്. ആൻഡ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പോയിന്റ്സ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിനെ പറ്റിയാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നോ ഫിൽറ്റർ, അതാണ് ഇന്നത്തെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. നോ ഫിൽറ്റർ, പ്രയർ അപ്രൂവൽ റിക്വയർമെൻറ്റ് ഫോർ ഇനിഷ്യേറ്റിംഗ് കറപ്ഷൻ പ്രോസസ് നോട്ട് ഡിസൈറബിൾ. ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പ്രയർ അപ്രൂവൽ, നേരത്തെ ബിഫോർ ഹാൻഡ് നേരത്തെ ഉള്ളൊരു അപ്രൂവൽ റിക്വയർമെൻറ്റ്, അപ്രൂവ് ചെയ്ത് തരണം, ഞങ്ങൾക്കൊരു സാങ്ഷൻ തരണം, ഞങ്ങൾക്ക് കൺസെൻറ്റ് തരണം എന്നൊരു റിക്വയർമെൻറ്റ് ഇല്ല. നമ്മളൊരു ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക. ഫോർ ഇനിഷ്യേറ്റിംഗ് കറപ്ഷൻ പ്രോബുകൾ, കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൽ, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വേണ്ടിയിട്ട് ഒരു പ്രയർ അപ്രൂവ്മെൻറ്റ് റിക്വയർമെൻറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിസൈറബിൾ. അത് ഒരു കറപ്ഷൻ നടന്നു കഴിയുമ്പോഴേക്കും പ്രോബ് നടത്തുക എന്നുള്ളതല്ലാതെ അതിന് മുമ്പ് തന്നെ പ്രയർ അപ്രൂവൽ റിക്വയർമെൻറ്റ് എടുക്കണം എന്ന്, അല്ല അതിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പ്രോബ് അപ്രൂവൽ വേണം എന്ന്, ഇൻവെസ്റ്റിഗേഷൻ നേരത്തെ നടത്താൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഞങ്ങൾക്ക് തന്നേക്കണം, എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സോ a constitution bench of the Supreme Court has ruled that its 2014 verdict, 2014 വേർഡിക്റ്റിലൂടെ നമ്മൾ പോവാണ് കേട്ടോ. 2014 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, ഇവിടെ സുപ്രീം കോർട്ട് ഇടപെട്ട ഒരു കാര്യം, സുപ്രീം കോർട്ട് ഇൻ്റർവെൻഷനാണ് നമ്മളിവിടെ കാണുന്നത്. സുപ്രീം കോർട്ട് ഇൻ്റർവെൻഷൻ കേട്ടോ, ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ. 2014 വേർഡിക്റ്റിൽ ഇൻവാലിഡേറ്റിംഗ് സെക്ഷൻ A ഓഫ് ദ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6A ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് 2014 സെക്ഷൻ 6A ഡൽഹി പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 6A ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് 2014
ഒരു റൂളിംഗ് വന്നു പുറത്തോട്ട്, ഒരു ഡിസിഷൻ മേക്ക് ചെയ്തായിരുന്നു സുപ്രീം കോർട്ട്. ദ ലോ ദാറ്റ് ഗവേൺസ് ദ CBI which will have retrospective effect from the day the provision was introduced in 2003. അപ്പം ഇവിടെ നമ്മൾ അതെന്തുകൊണ്ടാണ് ഇൻവാലിഡേറ്റ് ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ അനൽ ചെയ്ത് കളഞ്ഞ്, റിജക്റ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോ ഗവേൺ ചെയ്യുന്ന CBI ഗവേൺ ചെയ്യുന്ന ഇതിന് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ബാക്ക് ഡേറ്റഡ് ആയിട്ട് എഫക്റ്റ്. കാര്യം 2003 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഈ സെക്ഷൻ A ഓഫ് ഡൽഹി പോലീസ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2003 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ 2003 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇതിനൊരു ബാക്ക് ഡേറ്റഡ് ആയിട്ട്, ഇത് പഴയ നിയമമല്ലേ, മാറ്റങ്ങൾ വരുത്തണ്ടേ, നമുക്ക് അമെൻമെന്റ്സ് വരുത്തണ്ടേ, അതുകൊണ്ട് അതിനൊരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോർട്ട് 2014 ഈ സ്പെഷ്യൽ പ്രൊവിഷനെ എന്ത് ചെയ്ത് കളഞ്ഞു, ഇൻവാലിഡേറ്റ് ചെയ്ത് കളഞ്ഞു. Section A provided that any investigation into corruption charges against officials of rank of joint secretary and above, joint secretary മുതൽ അങ്ങ് മുകളിലോട്ടുള്ള ഏതൊരു ഒഫീഷ്യലിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ can begin only after the central government's approval. Central government approval കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നായിരുന്നു ഈ ഒരു പ്രൊവിഷനിൽ പറയുന്നത്. ഈ സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ടിൽ, ഈ സ്പെഷ്യൽ പോലീസ് പ്രൊവിഷൻ ആക്ടിൽ പറയുന്നത് എങ്ങനെ വെച്ചാൽ, എന്തെങ്കിലും കറപ്ഷൻ ചാർജസ് വരികയാണ് ആർക്കെതിരെ, ഏതെങ്കിലും ഒരു ഒഫീഷ്യലിനെതിരെ, അതും ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള ഏതിലൊരു ഒഫീഷ്യലിനെതിരെ ഒരു കറപ്ഷൻ ചാർജ് വരികയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഇൻവെസ്റ്റിഗേഷൻ ബിഗിൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം എന്നായിരുന്നു ഈ സെക്ഷനായി പറഞ്ഞിരുന്നത്. സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ സെക്ഷനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്തില്ല. കാരണം അത് പണ്ടത്തെ കാര്യമല്ല, 2003 ഇട്ട കാര്യം 2014 അതേ സ്ഥാനം തന്നെ നമ്മൾ ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ടും അത് തന്നെ ആണെങ്കിൽ ബാക്ക് ഡേറ്റഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് ഇടപെട്ടു. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റീസ്റ്റോർ ദ സെന്റേഴ്സ് സിംഗിൾ ഡയറക്റ്റീവ്, a set of instructions to the CBI on the modalities of holding an inquiry. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്? ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഈ ഒരു രീതി, ആ ഒരു കാര്യം, അങ്ങനത്തെ ഒരു പ്രൊവിഷൻ എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ, സെൻറ്ററിന് ഒരു സിംഗിൾ ഡയറക്റ്റീവ്, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ, സെൻറ്റർ പറയുന്ന ആ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എല്ലാത്തിനും കൊടുക്കണം എന്ന രീതിയിലായിരുന്നു വന്നിരുന്നില്ല. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ദ CBIക്ക് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, ഓൺ ദ മൊഡാലിറ്റീസ് ഓഫ് ഹോൾഡിംഗ് ആൻ ഇൻക്വയറി, എങ്ങനെയാണ് എൻക്വയറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതെന്നുള്ള മൊഡാലിറ്റി, അതിൻ്റെ രീതികൾ, നടപടിക്രമങ്ങൾ കാണിക്കാൻ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരു സിംഗിൾ ഡയറക്റ്റീവ് എന്ന രീതിയിലായിരുന്നു ആ ഒരു സെക്ഷൻ A പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻ ദ ലാൻഡ്മാർക്ക് കേസ് ഓഫ് വിനീത് നറൈൻ 1997, 1997 വിനീത് നരൈൻ്റെ കേസ് വന്നപ്പോൾ, ആ ഒരു ലാൻഡ്മാർക്ക് കേസ് വന്നപ്പോൾ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ കേസായിരുന്നു. ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻ്റ് ആൻഡ് എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണ്. The Apex Court has tracked down the directive on the ground that a statutory investigation cannot be impeded by administrative instructions. അപ്പോൾ അവിടെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു, നമുക്കിതിൻ്റെ അപ്പോഴാണ് ഇതിനെ ഇടപെട്ട് പറഞ്ഞത്, സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ ഒരു ഡയറക്റ്റീവ് നമുക്ക് ഒരു സ്റ്റാറ്റുറ്ററി ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിസിൽ നമുക്ക് നടത്താൻ പറ്റില്ല. അതും സ്റ്റാറ്റ്യൂട്ടറി ബേസിസിൽ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനെ ലീഗലായിട്ടൊരു സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗൽ, ലോഫുൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെ പറയും. അപ്പോൾ ലീഗലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷനെ ഒരിക്കലും നമുക്ക് ഇമ്പീഡ് ചെയ്ത് കളയാൻ പറ്റില്ല, ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല, തടസ്സപ്പെടുത്താൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് കാരണം അതിലിടപെട്ട് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ ഇൻവെസ്റ്റിഗേഷനെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലേ ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോർട്ട് ഈ ഒരു ഡയറക്റ്റീവിനെ എന്ത് ചെയ്തു, സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഈ സെറ്റ് ഓഫ് സിംഗിൾ ഡയറക്റ്റീവിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. 6 years later സെക്ഷൻ 6A വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അങ്ങനെയാണ് 2003 ഇതുപോലത്തെ സെക്ഷൻ A എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടിലോട്ട് പോകണം, നമ്മൾ ഹിസ്റ്ററിയിലോട്ട് പോകണം. ടു റീസ്റ്റോർ പ്രയർ അപ്രൂവൽ റിക്വയർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നേരത്തെ അപ്രൂവൽ തരട്ടെ, പ്രയർ അപ്രൂവൽ റിക്വയർമെൻറ്റ് വരട്ടെ എന്ന് പറഞ്ഞാണ് 6A തുടങ്ങിയത്, സെക്ഷൻ 6A വന്നത്. However, in 2014, the court struck down the section 2. അത് കോർട്ട് എന്ത് ചെയ്തു, 2014 ആയപ്പോഴേക്കും അത് വീണ്ടും കോർട്ട് എന്ത് ചെയ്തു, വീണ്ടും അതിനെ സ്ട്രക്ക് ഡൗൺ അനൽ ചെയ്ത് കളഞ്ഞു. ഹോൾഡിംഗ് ദാറ്റ് ഇറ്റ് വയലേറ്റഡ് ദ നോം ഓഫ് ഇക്വാലിറ്റി ബൈ എക്സ്റ്റെൻഡിങ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞത്? വയലേറ്റ് ഇക്വാലിറ്റിൻ്റെ എന്ന നോം, ഇക്വാലിറ്റി എന്ന ഐഡിയ ഇത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ്. ബൈ എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ഓൺലി ടു
a class of public servants. എന്താ വെച്ചാൽ ഒരു ക്ലാസ് ഓഫ് പബ്ലിക് സർവൻസിന് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്തു, നോട്ട് അല്ലെ only to a class of public servants, not everyone. ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ കോട്ടം തട്ടി, അവിടെയാണ് പ്രശ്നം പറ്റുക. കാരണം വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെ മാത്രമാണ്, പബ്ലിക് സർവൻസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു, എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല ഈ ഒരു പ്രൊവിഷനിൽ. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞാൽ 2014 ആ സെക്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായി. The latest judgment rejects adjournments by some who are facing investigation that they should be given the protection of section 6A as they were charged with offences that date back to the time before the 2014 judgment when the provision was in force. ഈ പ്രൊവിഷൻ വന്നത് നേരത്തെ അല്ല, 2003 സമയത്തല്ലേ. 2014 മുമ്പ് ഉള്ള കുറെ ചാർജ് ചെയ്യപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റിന്റെ ഒരു ഇതിൽ വരുന്നുണ്ട്, ആർഗ്യുമെന്റുമായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്കെതിരെ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ചില പഴയ ആൾക്കാരുടെ ഇൻവെസ്റ്റിഗേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ആർഗ്യുമെന്റ് റിജക്ട് ചെയ്ത് കളയാണ്. കാരണം വെച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കും പ്രൊട്ടക്ഷൻ വേണം, 6A പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 2014 ജഡ്ജ്മെന്റിന് മുൻപ് നടന്ന ഒഫൻസസ് ആണ്. അപ്പോൾ അതിൽ 2014 മുമ്പ് നടന്ന ഒഫൻസസിന്റെ പേരിലാണ് ഇവർ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നല്ലോ, സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സെഷൻ ബേസ് ചെയ്ത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരുന്നത്. അതാണ് അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് 2014 ആയപ്പോഴേക്കും നമ്മളത് റിജക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇനി അത് പ്രാബല്യത്തിൽ വരേണ്ട കാര്യമില്ല എന്നുള്ള മറുപക്ഷം. അപ്പോൾ ദ കോർട്ട് ഹാസ് റീട്രേറ്റഡ് ദ പൊസിഷൻ ദാറ്റ് post constitutional law cannot be inconsistent with the constitution, and when they are so declared by a court, the invalidation is with effect from the inception. അപ്പം ഇവിടെ കോർട്ട് എന്ത് ചെയ്തു, ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ കോർട്ട് വീണ്ടും റീസ്റ്റേറ്റ് ചെയ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. കോർട്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, കോർട്ടിന്റെ പൊസിഷൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് മുമ്പ് അതിനേക്കാളൊക്കെ മുമ്പുള്ള കാര്യത്തിന് ഇൻകൺസിസ്റ്റന്റ് ഇറ്റ് കനോട്ട് ബി ഇൻകൺസിസ്റ്റന്റ്. അത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറ്റാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം വെൻ ദേ ആർ സോ ഡിക്ലെയർഡ് ബൈ കോർട്ട് ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത് ഇൻസെപ്ഷൻ, അതിന്റെ തുടക്കം മുതൽ എപ്പോഴാണോ നമ്മൾ ഇൻവാലിഡേഷൻ നടത്തിയത് ആ ഒരു ഇതിനെ നമ്മൾ മുഖവരിക്ക് എടുക്കണം എന്ന രീതിയിലാണ് കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. വാട്ട് ഈസ് ഔട്ട്കം? ദ ജഡ്ജ്മെന്റ് ഇസ് നോട്ട് ഓഫ് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി നൗ, ആസ് ഇറ്റ് വിൽ ഇമ്പാക്ട് ഓൺലി അലിഗേഷൻസ് ദാറ്റ് ഡേറ്റ് ബാക്ക് ടു ദ പീരിയഡ് ബിറ്റ്വീൻ 2003 and 2014. നമുക്കറിയാം അല്ലേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം, ഒരു അലിഗേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ജഡ്ജ്മെന്റ് ഈ സെക്ഷനെ ഉപയോഗിക്കപ്പെടേണ്ടത് എപ്പോൾ മാത്രമാണ്, ഈ 2003-2014 കാലഘട്ടത്തിൽ മാത്രമാണ്. ആ സമയത്തുള്ള നിയമമല്ല കേസുകൾക്ക് മാത്രമേ അതിന് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു അലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പീരീഡിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു ആപ്ലിക്കബിലിറ്റി ഇല്ല, ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി. അല്ലാതെ വേറൊരു സമയത്തും ഇതിന് ആപ്ലിക്കബിൾ അല്ല. ദ ലോ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് നൗ ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. ഇപ്പോഴത്തെ ലോ ഇസ് സോ ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ഇൻ 2018 എടുത്ത് നോക്കുകയാണെങ്കിൽ ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വാസ് amended. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഇല്ലേ, ആ ആക്ടിനെ വരെ അമെൻഡ് ചെയ്തു. നമ്മൾ 2018 ആയപ്പോഴേക്കും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന് അമെൻമെന്റ് നടന്നിട്ടുണ്ട്. അപ്പം മാറ്റം വന്നു, ചേഞ്ച് ചെയ്തു, മോഡിഫൈ ചെയ്തു അല്ലേ. ആൻഡ് സെക്ഷൻ 17A വാസ് ഇൻട്രൊഡ്യൂസ്. അങ്ങനെ അവിടെ ഒരു സെക്ഷൻ 17A ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സെക്ഷൻ 17A പറയുന്നത് എങ്ങനെയാണ്, ടു മേക്ക് ദ ഗവൺമെന്റ്സ് പ്രീവിയസ് അപ്രൂവൽ എ മാൻഡേറ്ററി റിക്വയർമെന്റ് ബിഫോർ എനി പ്രോബ് ക്യാൻ ബി ബിഗൺ ഇൻ ടു ഡിസിഷൻസ് ഓർ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ എ പബ്ലിക് സർവൻറ്റ്. ഇപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റിനെതിരെ നമ്മളൊരു പബ്ലിക് സർവൻറ്റിനെതിരെ ഇങ്ങനെ ഒരു കേസൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ 17A പറയുന്നത് എങ്ങനെയാണ്, ഗവൺമെന്റിന്റെ പ്രീവിയസ് അപ്രൂവൽ മേക്ക് ചെയ്യണം. അത് മാൻഡേറ്ററി റിക്വയർമെന്റ് ആക്കി എടുക്കണം. ഒരു വളരെ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടുള്ള ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെ എടുക്കണം. കാര്യം ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഡിസിഷൻസ് നമ്മൾ ആൻഡ് റെക്കമെൻഡേഷൻസ് എന്തായാലും നമ്മൾ മുഖവരിക്ക് എടുക്കണം. ഏതാണ് പബ്ലിക് സർവന്റിനെ പറ്റിയുള്ളത്. അപ്പോൾ അതിന് ഏതൊരു ഇതാണോ വരുന്നത് സെക്ഷൻ ഇതിൽ പറയുന്നത് വെച്ചാൽ പ്രീവിയസ് പണ്ടത്തെ ഉള്ള അപ്രൂവൽ നമ്മൾ എടുക്കണം എന്നുള്ള രീതിയിലാണ് 17A സെക്ഷൻ 17A പറയുന്നത്. This initial stage filter has been created even when sanction is necessary for prosecuting any public. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഫിൽറ്റർ എന്ന് പറയുന്നത് അത് നേരത്തെ അപ്രൂവൽ എടുക്കണം എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത് എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് ഒരു പെർമിഷൻ വേണ്ടത്, അല്ലെ കൺസെന്റ് വേണ്ടത്, സാങ്ഷൻ വേണ്ടത് ഒരു പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ. നമുക്കൊരു പബ്ലിക് സർവന്റ് എന്തെങ്കിലും തെറ്റ് കാണിച്ചു, അതിന് മിസ്കണ്ടക്ട് നടത്തി, അപ്പോൾ അവരുടെ മിസ്കണ്ടക്ട് മാറ്റാൻ അതിന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു
കൺസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു റിക്വയർമെൻറ്റ് ഏർലി റിക്വയർമെൻറ്റ് ഇത് എടുക്കണം, ഇനിഷ്യൽ ഫിൽറ്റർ സ്റ്റേജ് എടുക്കണം എന്ന രീതിയിലാണ് ഇവിടെ സെക്ഷൻ 17A വരെ പറയുന്നത്. Of that public that these provisions do not become a shield for unscrupulous. പക്ഷേ അതേ സമയത്തൊരു കാര്യമുണ്ട്, ഈ വളരെ അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള, വളരെ ട്രിവിയൽ ആയിട്ടുള്ള, അതായത് സില്ലി ആയിട്ടുള്ള, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഒരു പ്രൊവിഷനായിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല അല്ലേ. പബ്ലിക് സർവൻസിൻ്റെ ഈ ഒരു കാര്യത്തിൽ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ നിൽക്കുന്നത്. ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എക്സാമിന് ഈ ഒരു ആക്ടിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം 2003 സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 2014 അതിനെ മാറ്റി. പക്ഷേ അതേ സമയത്ത് നമ്മുടെ സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ടിനെ പറ്റി, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് 2018 വന്ന കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. ആൻഡ് ഇതേപോലത്തെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് നമ്മൾ മറ്റ് ആർട്ടിക്കിളുള്ളത്. അതിലും ഈ പറയുന്ന പോലെ പബ്ലിക് സെർവൻറ്റ് തന്നെയാണ്. പക്ഷെ പബ്ലിക് സെർവൻറ്റ്സ് ആണെങ്കിൽ പോലും, ഓർ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും, അവിടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒരിക്കലും പൊളിറ്റിക്കൽ ചായ്വ് കാണിക്കരുത്, ഒരു പൊളിറ്റിക്കൽ ബയസ് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ആർട്ടിക്കിൾ ഉള്ളത്. അതും ഇതുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ള ഒരു ആർട്ടിക്കിളാണ്. സോ അതിന് പറ്റുമെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻഫർമേഷൻ ഒന്ന് നോട്ട് ചെയ്തോളാം. സോ ദിസ് ഈസ് ദ ആർട്ടിക്കിൾ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോകാം, വേർഡ്സിലോട്ട് പോകാം. സോ നോട്ടൊക്കെ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് മലയാളത്തിലുള്ള നമ്മുടെ നോട്ട് കിട്ടുക. കമ്മ്യൂണിറ്റിയിലോട്ട് വരിക, കമ്മ്യൂണിറ്റി പേജിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ റിന്റു മിസ് PDF എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫോളോ ഓപ്ഷൻ ഉണ്ട്, ഫോളോ ചെയ്യുക. എന്നിട്ട് നോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിൽ അവിടെ ക്ലിയർ ചെയ്യുന്ന ഡൗട്ട് ചോദിക്കാം, നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത് പോകുന്നു കേട്ടോ. അവിടെ ഒരു ഗ്രൂപ്പ് ആപ്പിൽ ഇനി അവൈലബിൾ ആണ്, അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ മൂവിങ് ഓൺ, നമ്മുടെ KSന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 15-ാം തീയതി. ഇനി നമുക്ക് നോക്കിയിരിക്കുന്ന സമയമില്ല. നമ്മുടെ ബാച്ചിൽ വേഗം അഡ്മിഷൻ എടുക്കുക. മെഗാ പാക്കിൽ അവൈലബിൾ അല്ല കേട്ടോ ഇത്, കാരണം നമുക്ക് 4500 രൂപയോളം വരുന്നുണ്ട്. അപ്പം 4399 രൂപ ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കും. കോഡ് അപ്ലൈ മറക്കണ്ട, Y314 എന്ന കോഡ് എടുത്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫയർമാൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ RFM ഇൻസ്ട്രക്ടറിൻ്റെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. 2400 രൂപ 300 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ ഏറ്റവും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് എല്ലാ ക്ലാസ്സുകളും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് ഓൺ ടു ദ വേർഡ്സ്. അതിൽ നമുക്ക് ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സിലോട്ട് ആദ്യം നോക്കാം. ആദ്യത്തെ വേർഡ് തന്നെ മൊഡാലിറ്റി ആണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു മൊഡാലിറ്റി നിശ്ചയിക്കുകയാണ്. രീതി, മൊഡാലിറ്റി എന്ന് പറഞ്ഞ രീതിയാണ്. മൊഡാലിറ്റി മീൻസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ എ പെർട്ടിക്കുലർ വേ ഓഫ് എക്സ്പീരിയൻസിങ് സംതിങ്. മോഡ് നമ്മൾ പറയില്ലേ, ഇന്ന മോഡിൽ ഇങ്ങനെ കാര്യം ചെയ്യണം, മോഡ് രീതി എന്ന് പറയും. അത് തന്നെ മൊഡാലിറ്റി, രീതി, അതിനെയാണ് നമ്മൾ മൊഡാലിറ്റി എന്ന് പറയുക. എ പെർട്ടിക്കുലർ വേ ഓഫ് ഡൂയിങ് ഓർ എക്സ്പീരിയൻസിങ് സംതിങ്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലോ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലോ ഒരു പെർട്ടിക്കുലർ വേ, ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറയുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് മൊഡാലിറ്റി. ഓർത്ത് വെച്ചോണേ, ദാറ്റ് ഇസ് മൊഡാലിറ്റി. ഓക്കെ ആണോ? ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉഷാറാണല്ലോ അല്ലേ എല്ലാവരും? അടുത്ത് നോക്കി, സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക. കുറേ നാൾ കൂടിയാണ് നമ്മളിപ്പോൾ സ്ട്രൈക്ക് ഡൗൺ എന്ന ഫ്രേസൽ വേർബ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ വെച്ചാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ലീഗൽ ടേമിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു നിയമത്തിന് നമ്മൾ അബോളിഷ് ചെയ്തല്ല, ക്യാൻസൽ ചെയ്ത് കളയുക. അതിനർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ അനൽ ചെയ്യുക പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറയില്ലേ, അത് സ്ട്രൈക്ക് ഡൗണിൻ്റെ ഒരു അർത്ഥം. അതല്ലാതെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വീഴ്ത്തുക, നിലത്ത് അടിച്ച് വീഴ്ത്തുക പറയില്ലേ, അടിച്ച് വീഴ്ത്തി ഒന്നിനും കൊള്ളാണ്ടാക്കുക, അല്ലെങ്കിൽ കൊന്നു കളയാം. സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക, കിൽ സമ്മൺ. അപ്പോൾ സ്ട്രൈക്ക് ഡൗണിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും എന്ന് ചോദിച്ചാൽ സ്ട്രക്ക് ഡൗൺ വരും കേട്ടോ. സ്ട്രൈക്ക് ഡൗണിൻ്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ സ്ട്രക്ക് ഡൗൺ വരും. സ്ട്രക്ക്, STRCUK ആണ്. V2 and V3 മറക്കല്ലേ. സ്ട്രക്ക് ഡൗൺ വരും കേട്ടോ. അപ്പോൾ അബോളിഷ് ചെയ്യുക എന്നുള്ളത്, ഒരു നിയമത്തിനെ അബോളിഷ് ചെയ്ത് കളയുക, ഒരു നിയമത്തിന് നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യുക, അനൽ ചെയ്ത് കളയുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ വല്ലാണ്ടാക്കുക, കൈയും കാലും ഒടിച്ച് ഒന്നിനും കൊള്ളാണ്ടാക്കുക എന്നുള്ള അർത്ഥം സ്ട്രക്ക് ഡൗൺ ഉണ്ട്, സ്ട്രൈക്ക് ഡൗൺ ഉണ്ട്. ഓർത്ത് വെച്ചോളാം കേട്ടോ. അടുത്ത് ഇൻഫോഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻഫോഴ്സ് ആണ്, ഇറ്റ് ഈസ് ഇൻഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാബല്യത്തിൽ വന്നു, ഇൻ ഓപ്പറേഷൻ അല്ലെ, ഇൻ ദ കണ്ടീഷൻ ഓഫ് വർക്കിംഗ്, ഇറ്റ് ഈസ് യൂസ്ഡ്, ഇപ്പം ഉപയോഗത്തിലാണ് എന്നുള്ളതാണ് ഇൻഫോഴ്സ്. അല്ലെ, ഇന്ന കാര്യം, ഇന്ന
amendment came in force എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫോഴ്സിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ കണ്ടീഷൻ ഓഫ് വർക്കിംഗ് ഇൻ ഓപ്പറേഷൻ അതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം, ഓർത്ത് വെച്ചോളാം. ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദ കണ്ടീഷൻ ഓഫ് വർക്കിംഗ് അല്ലെങ്കിൽ ഇൻ ഓപ്പറേഷൻ, നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം, ഓൺ ഗോയിങ് ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇൻ ഫോഴ്സ് എന്ന് പറയാം. ഒരു ഫ്രേസ് ആണ്, വളരെ കോമൺ ആയിട്ടൊരു ഫ്രേസ് ആണ്. Rintu ma'am has a good modality in teaching vocabulary. I'm glad to hear that. Thank you, Pravina. This law came in force in 2019. That's great. അടുത്ത നോക്കി, ഫിൽട്ടർ ഔട്ട് ചെയ്യുക നമുക്കറിയാലോ. ഒരു കാര്യത്തിൽ നിന്ന്, ഇപ്പോൾ എന്തൊരു കാര്യമൊക്കെ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്നതിനെയാണ് റിമൂവ് ചെയ്യാണ്. എ പാർട്ട് ഓഫ് സംതിങ് ഫ്രം ഇൻറ്റഗ്രേറ്റഡ് പാർട്ട്. ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സാധനത്തിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെറിയൊരു പാർട്ട് മാത്രം നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക എന്ന് പറയും അല്ലേ. ഫിൽട്ടർ ഔട്ട് ചെയ്യുക നമ്മൾ അതിനെ അരിച്ചെടുക്കുക പറയില്ലേ, ലിറ്ററൽ മീനിങ് ആണ് ഫിൽട്ടർ ഔട്ട് ചെയ്യുക. ഫിൽട്ടർ ഔട്ട് നെല്ലും പതിരും തിരിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക കേട്ടോ. റിമൂവ് ചെയ്യുക, എ പാർട്ട് ഓഫ് സംതിങ് എന്നുള്ളതാണ് ഫിൽട്ടർ ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് വളരെ കോമൺ ആണ്, നമ്മൾ കേട്ട് ഒരുപാട് പരിചയമുള്ള ഒരു ഫോറിൻ ഫ്രേസ്, ബോണഫിഡെ. ബോണഫിഡെ ഡോക്യുമെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ബോണഫിഡെ, ബോണ എന്നൊക്കെ ഉള്ള ബോൺ വോയജ് അല്ലേ എന്നൊക്കെ പറയുന്ന വാക്ക് എപ്പോഴും ബൊണാമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രഞ്ച് വേർഡാണ്, ഫ്രഞ്ച് പദമാണ്. ഇറ്റ്സ് എ ഫ്രഞ്ച് ഫ്രേസ് ബോണഫിഡെ. ബോണഫിഡെ ഒരു അഡ്ജക്റ്റീവ് യൂസേജ് ആണ്. ബോണഫിഡെ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആണ്, ഒതന്റിക് ആണ്, റിയൽ ആണ്. അതാണ് ബോണഫിഡെ എന്ന് പറയുന്നത്. ബോണഫിഡെ സർട്ടിഫിക്കറ്റ്സ്, ബോണഫിഡെ ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ബോണഫിഡയ്ക്ക് ഒരു ആന്റണിം ഉണ്ട് കേട്ടോ. ബോണഫിഡയ്ക്ക് ഒരു ആന്റണിം ഉണ്ട്, അതും ഫ്രഞ്ച് തന്നെയാണ്, മാലഫിഡെ. കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും മാലഫിഡെ എന്നുള്ളത്. മാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർത്തത്, മാൽ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ മാൽ നെഗറ്റീവാണ്. അപ്പം മാലഫിഡെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കറപ്റ്റഡ് ആയിട്ടുള്ളത്, ഇല്ലീഗൽ ആയിട്ടുള്ളത്, ഇൻജെനുവിൻ ആയിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മളെന്ത് പറയാം, അതായത് കൗണ്ട് ഫീറ്റ് ചെയ്ത് ഫേക്ക് ആയിട്ടുള്ളതാണ് മാലഫിഡെ എന്ന വാക്കിൻ്റെ അർത്ഥം. അതേ സമയത്ത് ബോണഫിഡെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതന്റിക് ആണ്, ജെനുവിൻ ആണ് എന്നൊക്കെ പറയും. ഓക്കെ, രണ്ടും ഫ്രഞ്ച് ഫ്രേസാണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അത് നിങ്ങൾ കേട്ടുപോയി. അടുത്ത വാക്ക് നോക്കിയാൽ മാൽഫീസൻസ്. ഏതൊരു വാക്കിനും മാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതൊരു നെഗറ്റീവ് ഫ്രേസ് ആണ്, ഒരു നെഗറ്റീവ് വേർഡാണ്, അതൊരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. മാൽ ഫങ്ഷൻ അല്ലെങ്കിൽ മാലഫിസൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർക്കും. മാൽ ഫങ്ഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. ഇപ്പോൾ മാൽഫീസൻസ് എന്ന് പറഞ്ഞാൽ റോങ് ഡൂയിങ് അല്ലെങ്കിൽ മിസ്കോണ്ടക്ട്, എസ്പെഷ്യലി ബൈ എ പബ്ലിക് സെർവൻറ്റ്. മാൽഫീസൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോളാം. മാൽഫീസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയല്ല, എസ്പെഷ്യലി ഒരു പബ്ലിക് സെർവൻറ്റ് നടത്തിയ ഒരു മിസ്കോണ്ടക്ട്, ഒരു റോങ് ഡൂയിങ്, അവർ നടത്തിയ ഒരു മിസ്കോണ്ടക്റ്റിനെ പറ്റി ആണ് നമ്മൾ പറയുന്നത്. അവർ ചെയ്തൊരു കുറ്റകൃത്യം, റോങ് ഡൂയിങ്, അതിനെയാണ് നമ്മൾ മാൽഫീസൻസ് എന്ന് പറയാം. അത് ഓർത്തോണം. സാധാരണ ഇതിലൊരു ഒഫീഷ്യൽ വേർഡാണ്, കുറച്ചുകൂടെ ഒഫീഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. അതാണ് മാൽഫീസൻസ് എന്ന് പറയുന്നത്. അത് പബ്ലിക് സെർവൻറ്റ് നടത്തുവാണെങ്കിൽ, അത് നിയമം എന്താ പറയുക, വെയിൽ തന്നെ വിളവ് തിന്നാന്ന് പറയില്ല, അതാണ് മാൽഫീസൻസ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുന്നത് വെയിൽ തന്നെ വിളവ് തിന്നുക. കാര്യം അവരെ നമ്മളെ പബ്ലിക് സെർവൻസ് ആണ്, നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളവർ, സ്റ്റേറ്റിനെ സെർവ് ചെയ്യുന്ന ആൾക്കാർ, അവർ തന്നെ കുറ്റം ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് മാൽഫീസൻസ് എന്ന്. മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ റോങ് ഡൂയിങ് എസ്പെഷ്യലി ബൈ എ പബ്ലിക് സെർവൻറ്റ്, അതാണ് മാൽഫീസൻസ്, ഓർത്ത് വെച്ചോണം കേട്ടോ. അതുപോലെ വെൻഡറ്റ, നമ്മൾ വെൻഡറ്റ മൂവിയൊക്കെ ഉണ്ട്. വെൻഡറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെഞ്ചൻസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, വഴക്ക്, ഫ്യൂഡാണ്. ഇറ്റ്സ് എ ഫ്യൂഡ്, ബ്ലഡ് ഫ്യൂഡ് എന്നൊക്കെ പറയില്ലേ, അത് സാധനമാണ്. അപ്പോൾ വെൻഡറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഈസ് ബ്ലഡ് ഫ്യൂഡ്. ഫാമിലികൾ തമ്മിൽ അല്ലെങ്കിൽ പീപ്പിൾ തമ്മിലുള്ള ഫ്യൂഡ്, വഴക്കിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ഇതിൽ പറയാം ബ്ലഡ് ഫ്യൂഡ് പറയാം, അല്ലാതെ ഒരു ലോങ് വയലന്റ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഫാമിലീസ്. ക്ലാഷ് ആണ്, വഴക്ക്. കുറേ നാളെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു വെൻഡറ്റയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. വെൻഡറ്റ മൂവി ഉണ്ടേ, അത് വേറെ കാര്യം. വെൻഡറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈരാഗ്യത്തോടെ കുറേ വർഷങ്ങളായിട്ടുള്ള കുടിപ്പക എന്നൊക്കെ പറയും, അതാണ് അതിനാണ് വെൻഡറ്റ എന്ന് പറയാം. മലയാളത്തിൽ അത് ലിറ്ററലി അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. എ ലോങ് വയലന്റ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഫാമിലീസ്, അതിനെ വെൻഡറ്റ എന്ന് പറയും. ബ്ലഡ് ഫ്യൂഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Yes, the custom of sati struck down by William Bentinck. പ്രവീണ, ഒരു ഇതുണ്ട്, ദ കസ്റ്റം ഓഫ് സതി, അത് വില്യം ബെൻഡിക് ആണ് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. അപ്പം എങ്ങനെ പറഞ്ഞതെന്നറിയോ, വില്യം ബെൻഡിക് സ്ട്രക്ക് ഡൗൺ ദ കസ്റ്റം ഓഫ് സതി എന്ന് വേണം ആക്റ്റീവ് വോയിസ് കൊടുക്കാൻ. പാസീവ് വോയിസ് ഇപ്പം പ്രവീണ കൊടുത്തേക്കുന്നത്. അപ്പം എങ്ങനെ കൊടുക്കണമെന്നറിയോ പ്രവീണ, ദ കസ്റ്റം ഓഫ് സതി വാസ് സ്ട്രക്ക് ഡൗൺ ബൈ വില്യം ബെൻഡിക് എന്ന് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആവുക ഗ്രാമാറ്റിക്കലി. ശ്രദ്ധിക്കണം. അത് ഇന്ന് സ്ലീപ്പി ആണോ? അയ്യോ ആണോ? അല്ലല്ലോ, അല്ല ഇന്ന് ഉറക്കമൊന്നുമില്ല, ഇന്ന് ഞാൻ ഭയങ്കര ഇല്ല വിനു ഓക്കെയാണ്, എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും തോന്നുമായിരിക്കും. ഓക്കെ, ഹായ് ഹവമോളെ. അതെ കുറേ ആയി കണ്ടിട്ട്. ഹവമോളല്ലേ വരാത്ത, ഞാനിവിടെ തന്നെ ഉണ്ട്. Part 3 of KSR rules came into force from 1956 November 1.
ഓക്കെ, അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ കൊടുക്കുമ്പോൾ 1st November 1956 അതാണ് ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും ലെറ്റർ കൊടുക്കുമ്പോൾ. മലയാളത്തിൽ ലെറ്റർ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ ആദ്യം വർഷം, പിന്നെ മന്ത്, പിന്നെ ഡേ ആണ്. പക്ഷേ അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ആദ്യം ഡേ, ദെൻ ഡേ, അല്ല ആദ്യം ഡേറ്റ്, പിന്നെ മന്ത്, പിന്നെ ഇയർ, അത് കൊടുക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. സ്റ്റുഡൻസ് ഹാവ് എ മൊഡാലിറ്റി ഇൻ വാച്ചിങ് ദ എഡിറ്റോറിയൽ സെക്ഷൻ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഈസ് ദിസ് റേഡിയോ ഇൻ ഫോഴ്സ് അറ്റ് പ്രസന്റ്? ദാറ്റ്സ് ഗ്രേറ്റ്. നമ്മൾ ഇൻഫോഴ്സ് എസ്പെഷ്യലി പറയുന്ന നിയമങ്ങൾക്കൊക്കെയാണ്, എന്നാലും ഇത് കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ദ ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റ് സ്ട്രക്ക് ഡൗൺ ദ പേഴ്സണൽ after he ended up the assigned job in a dam square. Okay, he's a bona fide follower of the saint. Okay, that's great. From our organization, we had already struck down the priority of nepotism. That's great. It's so prodigal. Would you mind helping me filter out the thing? That's great. Renaissance leaders struck down caste system existing in India. That's great. Everyone ഒറ്റ വാക്കാട്ടോ ആദിത്യ, likes bona fide peoples അല്ല people, that's it. Everyone likes bona fide people, genuine peoples അല്ല people കേട്ടോ. The officer was suspended, people already plural ആണ് അതാ, due to malfeasance. That's great. The police put the strike down with a strong hand. put the strike down അല്ല സ്ട്രൈക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബോളിഷ് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നല്ല. ഇപ്പോൾ ആരെയാണ് സ്ട്രൈക്ക് ഡൗൺ? ഇപ്പോൾ ഒരാളെ കൊന്നു എന്നാണെങ്കിൽ ആരെ കൊന്നു എന്ന് പറയണം. പോലീസ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണാണ്, അപ്പോൾ പിന്നെ പുട്ടിൻ്റെ ആവശ്യമില്ല. പോലീസ് സ്ട്രൈക്ക് ഡൗൺ somebody with a strong hand എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റാണ്. The malfeasance of person having sober post is remained as a Damocles sword of for people. Okay, there is no chance to solve vendetta of his family. All right, a particular modality found in his artwork made him unique among others. Great. Students strike down in their answer sheet. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വെട്ടുക എന്നുള്ള അർത്ഥത്തില്ലേ, അത് എന്ത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു അവിടെയും കൊടുക്കണം, ഒബ്ജക്റ്റ് കൊടുക്കണം. അനുശ്രീ, സ്റ്റുഡൻസ് സ്ട്രൈക്ക് ഡൗൺ ദർ ആൻസേഴ്സ് ഇൻ ദ ആൻസർ ഷീറ്റ് കൊടുക്കാം. ഓക്കെ, യുവർ വിവേഷ്യസ് സൈഡ് ഇസ് നോട്ട് ഇൻഫോഴ്സ് ടുഡേ. ആണോ വിനു? നോക്കട്ടെ അതെന്താണോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. Nowadays malfeasance is common in our bureaucracy. Yeah, all electronics are in force for a good time. After that it strikes down. That's great. After that it is strike down കൊടുക്കുക, പാസീവിൽ കൊടുക്കുക. After that it is strike down, പാസീവ് വോയിസിൽ കൊടുത്താൽ മതിയേ. കാര്യം സ്ട്രൈക്ക് ഡൗൺ ആക്റ്റീവ് ട്രാൻസിറ്റീവ് വെർബാണ്, അത് ഇൻട്രാൻസിറ്റീവ് ആവുന്നത്, അത് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ മാത്രമേ ആദ്യം. Some laws relating to customs are still in force. Yes, laws sometimes in force unlogically, അല്ലേ, ഇല്ലോജിക്കലി പറയട്ടോ, ഇല്ലോജിക്കലി എന്നാണ് പറയുന്നത്. പിന്നെ ലോസ് ആർ സംടൈംസ് ഇൻ ഫോഴ്സ് ഇല്ലോജിക്കലി കൊടുക്കുക. അവിടുത്തെ വെർബ് മിസ്സിംഗ് ആണ് അനുശ്രീ, വെർബ് ഇല്ലെങ്കിൽ സെന്റൻസ് ഇല്ല. ലോസ് ആർ സംടൈംസ് ഇൻ ഫോഴ്സ് ഇല്ലോജിക്കലി എന്ന് കൊടുക്കുക. The law was struck down due to its constitutional invalidity, but this should not be a reason for malfeasance. All right, the writer filters out the mistakes that he makes in his writings. Okay, he has an interesting modality of editing. That's great. You should give bona fide reason for doing this. That's great. He gives a mayorness about the vendetta of big fishes, and it seems to be grotesque in the incoming situation, and they have little cognizance of the aftermath. Great. അപ്പോൾ ഓർത്ത് വെച്ചോളെ, ഇന്നത്തെ വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വെർബ് നോക്കിയാൽ ഫ്രേസസ്, ഫോറിൻ ഫ്രേസ് ഒക്കെ ഉണ്ട്. നമുക്ക് modality, strike down, enforce, filter out, bona fide, malfeasance and vendetta. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, റിമെമ്പർ, മറക്കണ്ട, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇറ്റ്സ് എ ലോങ് ടൈം വെൻഡറ്റ ബിറ്റ്വീൻ Chakochis and Baby's family in Idiki. All right, the resentment and vendetta culminated in a murder. All right, that's great. Moving on, നമുക്ക് നമ്മുടെ SBIPയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ SBIPയുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്, നേരത്തെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 27-ാം തീയതി വരെ കൊടുക്കാം. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, എക്സാം എഴുതുക. ഇത്തവണത്തെ ചാൻസസിന് ആരും മിസ് ഔട്ട് ആകരുത്. നമുക്ക് അറിയാം ജനറൽ കാറ്റഗറിക്ക് 4 ചാൻസേ ഉള്ളൂ. ഓൾറെഡി മെയിൻസ് എക്സാം ഓൾറെഡി എഴുതിയ ആൾക്കാരാണെങ്കിൽ 4 ചാൻസേ ഉള്ളൂ നമുക്ക് SBIP എഴുതാനുള്ള കാര്യം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2323 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വിത്ത് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസും മോക്ക് ടെസ്റ്റുകളൊക്കെ അടങ്ങിയ ഒരു ക്ലാസ്സാണ്, കോഴ്സാണ്. ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലഗ്രാം ചാനലുണ്ട്. റെഗുലർ ആയിട്ട് നമ്മൾ പോകുന്ന സെഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും കൂടുതൽ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തേക്കുന്നത് ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട്. അല്ല സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എപ്പോഴും കറക്റ്റായിട്ട് കൺവേ ചെയ്ത് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പോകണം. അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോമൺ കാറ്റഗറി ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ. അതുപോലെ നമ്മുടെ SSCയുടെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ 18-ാം തീയതി. അപ്പം
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള SSC ജോയിൻ ചെയ്തവർ ഇപ്പോഴേ ജോയിൻ ചെയ്യുക. കാര്യം SSC എക്സാം നിങ്ങൾ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏത് എക്സാമിനോട്ട് പോകാം. അതൊരു വലിയൊരു ബ്രാഞ്ചാണ്. അതിൽ നമുക്ക് ഏത് ബ്രാഞ്ചിലോട്ട് തിരിയാം. അതാണ് ഇതിലൊരു പ്രത്യേകത. ഇറ്റ്സ് ലൈക്ക് എ ട്രീ, ഒരു സോഴ്സ് ഓഫ് എ ട്രീ ആണ് SSC എക്സാമിനോട് പ്രിപ്പറേഷൻ. ലോങ് ടേം ബാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, കുറേ സമയം എടുത്ത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോയിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് റിവിഷനൊക്കെ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SSC CGLൻ്റെ ബാച്ചിനെ ഒന്ന് മുന്നോട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ 2400 രൂപയ്ക്കുള്ള നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അറിയാലോ, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ ഡിസ്കൗണ്ട് ആൻഡ് യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിൽ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ് ആൻഡ് മറ്റ് വേർഡ്സിലോട്ട് പോകാലോ. ഇന്നത്തെ ആദ്യത്തെ വേർഡ് പിടിച്ചോ, പ്രോബ്. ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ, പ്രോബ് ആൻഡ് പ്രോബിറ്റി എന്നുള്ളൊരു ടൈറ്റിലാണ്. മറ്റ് നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്താ പറയുക ഡിസ്ട്രിക്ട്സ് അല്ല സ്റ്റേറ്റ് എന്താ പറയുക സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സ്കാം കേസിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പ്രോബ് ആൻഡ് അത് പിന്നെ പ്രോബിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോബ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അർത്ഥം ഇതാണ്, ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. വെർബ് പ്രോബ് ചെയ്യുക എന്നുണ്ട് കേട്ടോ. പ്രോബ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നൗണായിട്ടും വെർബായിട്ടും ഒരേ യൂസേജ് ഉള്ള സാധനമാണ്. ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം, ഇൻക്വയറി, അതാണ് പ്രോബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക, പ്രോഡ് ചെയ്യുക എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ വേർബായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താണ്? നമ്മളൊരു കാര്യത്തിന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിനോട് ഇൻട്രസ്റ്റ് എടുക്കുകയാണല്ലോ, അതിന് നേരെ ഇഗ്നോർ ചെയ്ത് കളയുക. ഓർ ഡിസ്റിഗാർഡ്, ഇഗ്നറൻസ്, ഡിസ്റിഗാർഡ് അല്ലെങ്കിൽ ഇവേഷൻ, അതിനെയൊക്കെയാണ് നമ്മൾ പ്രോബിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. ഓർത്തോണം, പ്രോബ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻക്വയറി, എക്സാമിൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇഗ്നോർ, ഡിസ്റിഗാർഡ്, ഇവേഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓർത്ത് വെച്ചോളാം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേർഡ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട പിള്ളേർ, അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ഇട്ട് ഇതെന്താണ് ഇത് പറഞ്ഞു തരണോ, ഞാൻ നോക്കി കണ്ടൊക്കെ ചെയ്ത പിള്ളേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവർക്ക്. സോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടത്. അപ്പം നിങ്ങളുടെ സെൻറ്റൻസസ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, നമ്മൾക്കത് വായിക്കാം. ആൻഡ് മൂവിങ് ഓൺ. ഓക്കെ, two persons struck down by Nipah. Two persons killed. ഇവിടെ ഒരു ശ്രദ്ധിക്കണം, 2 persons എന്ന് കൊടുക്കില്ല. പേഴ്സൺ എന്ന് അത് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. തെറ്റ ശരിക്കും. 2 ആൾക്കാരാണ് പീപ്പിളായി. പേഴ്സൺ സിംഗുലറും പീപ്പിൾ പ്ലൂറലുമാണ്. അപ്പോൾ ദേവി എങ്ങനെ കൊടുക്കണം അറിയോ? 2 people were struck down by Nipah എന്ന് കൊടുക്കണം. 2 people were struck down എന്ന് പറയാം കേട്ടോ. The preliminary test is used to filter out candidates who may be unsuitable. Unsuitable അല്ല, unsuitable അല്ല. Yes. Okay. Yes, how male? The bona fide statement of the witness helped the policeman to find out the culprit. Great. We should filter out ourselves to get the best version from us. Great. Malfeasance of fourth, bribing an applicant, exonerated him from the jury. Okay. The Twin Towers in Delhi, strike in a Parsonsum V3 struck theniyada sanile struck down keto. Twin Towers in Delhi struck down. അവിടെ പാസീവ് കൊടുക്കണ്ടേ, വെറും സ്ട്രക്ക് ഡൗൺ കൊടുക്കരുത്. ട്വിൻ ടവേഴ്സ് ഓഫ് ഡൽഹി are struck down, were struck down by the government last year. Were struck down. Struck ആണ്, V3 struck ആണ്, STRUCK കേട്ടോ. In some cases respondent was not acting bona fide. Okay, bona fide നെ adverb ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. Not genuine എന്നുള്ളത് കറക്റ്റ് ആണ്. Warren Hastings was a malfeasance okay in the British India, and British government enforced Charter Act C capital കൊടുക്കണം, A capital കൊടുക്കുക, to struck down corruption എന്ന് കൊടുക്കുക കേട്ടോ. ഹർഷദേ, you have to filter out derogatory way of talking during official setups. Great. The vendetta between 2 families come to an end when each of them comes to experience a dangerous situation. Great. I'm not satisfied with your probe. Great. The invigilator probed the candidates before the exam. Okay. 12-year-old boy's murder was a vendetta killing. Okay. All right. That's great. Due to a lack of clandestine files, they can't move forward the probe. Move forward with the probe. Verum forward the probe alla, move forward with. മുന്നോട്ട് പോവുക എന്നാണ് മൂവ് ഫോർവേഡിൻ്റെ അർത്ഥം. എന്ത് പ്രോബുമായിട്ട് മുന്നോട്ട് പോവുക, വിത്ത് ദ പ്രോബ് എന്ന് കൊടുക്കണം കേട്ടോ. അതിനൊക്കെ അപ്പോഴത് കറക്റ്റ് ആവുക. Even though the perpetrator invalidated the testimonials, the authority didn't terminate the probe. Great. The bandit deliberately nullified the bid and suggested the person for working out comprehensively on each and every side and tweak the retrospective thing into contemporary mode for getting sanction. All right, that's great. അപ്പോൾ അടുത്ത് നോക്കിയേ, ഇൻവാലിഡേറ്റ് ചെയ്യുക. വളരെ കോമൺ യൂസേജ് ആണ് ഇൻവാലിഡേറ്റ് ചെയ്യുക. ഡിസ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അനൽ ചെയ്യുക, നള്ളിഫൈ ചെയ്യുക, റിബട്ട് ചെയ്യുക, കോൺട്രഡിക്റ്റ് ചെയ്യുക, റിഫ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയും.
കേട്ടോ. നമ്മളൊരു കാര്യത്തിനെ എതിർക്കാണ്, അതിനോട് എതിരഭിപ്രായം പറയാണ്, കോൺട്രഡിക്റ്റ് ചെയ്യാണ്, അതിനെ തള്ളിക്കളയാണ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിജക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻവാലിഡേറ്റ് എന്ന് പറയും. അത് പല വേർഡ്സ് ഉണ്ട്. റിബട്ട് ഒക്കെ, റിഫ്യൂട്ട് ഒക്കെ ഫോമൽ വേർഡാണ്. സോ അതിന്റെ ആന്റണിം ആണ് വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആന്റണിം യൂസ് ചെയ്ത് ഓർത്ത് വെച്ചോണം. അടുത്ത് റിട്രോസ്പെക്റ്റീവ്. റിട്രോസ്പെക്റ്റീവ് എന്നാൽ പഴയതാണ്, ബാക്ക് ഡേറ്റഡ് ആണ്, തോട്ട്ഫുൾ ആണ്, നമുക്കൊന്ന് ചിന്തിക്കാം അതിനെ പറ്റി. യു ക്യാൻ അനലൈസ് ഇറ്റ് അല്ലെ, അനലിറ്റിക്കൽ ആണെന്ന് പറയാം. അനലിറ്റിക്കൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആണ്, അതിനെപ്പറ്റി ആലോചിക്കുക, തോട്ട്ഫുൾ ആണ്, റിഫ്ലക്റ്റീവ് ആണെന്നൊക്കെ റിട്രോസ്പെക്റ്റീവ് എന്ന് പറയും. ചിന്തിക്കണം, കഴിഞ്ഞു പോയ കാര്യമാണ്, ഇനി അതിനെപ്പറ്റി ആലോചിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓൾറെഡി ഇത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇഫ് സംതിങ് ഇസ് റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഇറ്റ് ഇസ് അനലിറ്റിക്കൽ ഇൻ സെൻസ്, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആണ്, തോട്ട്ഫുൾ ആണ്, പഴയതാ, ബാക്ക് ഡേറ്റഡ് ആണെന്നൊക്കെ പറയാം. സോ ആന്റണിം എന്ത് വരും? അൺറിഫ്ലക്റ്റീവ്. പ്രൊആക്റ്റീവ് ആണ്. റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമല്ല. പ്രൊആക്റ്റീവ് ആണെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തോട് നമ്മൾ ഭയങ്കര വിഷണറി ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്, ഇപ്പോഴേ എടുക്കുകയാണ്. ദാറ്റ് മീൻസ് ആക്റ്റീവ് അല്ല, ആക്റ്റീവിനെക്കാളും കുറച്ചുകൂടെ ഒരു പടി മുന്നേ നിൽക്കുന്നില്ലേ, അതിനാണ് പ്രൊആക്റ്റീവ് പറയാം. റിട്രോസ്പെക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊആക്റ്റീവ് അല്ലെങ്കിൽ അൺറിഫ്ലക്റ്റീവ് എന്നൊക്കെ നമുക്ക് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്. Probe is going on, but the government try to invalidate. Try അല്ല, tries കൊടുക്കുക. ഗവൺമെന്റ് സിംഗുലർ അല്ലേ ഷൈനി? tries to invalidate due to retrospective. invalidate it കൊടുക്കുക. invalidate എന്ത്? invalidate it due to retrospective effect. ഞാനും ഇനി മുതൽ മുടങ്ങാണ്ട് ഉണ്ടാവും ആണല്ലേ? ഓക്കെ നമ്മളെ. Could you elucidate the status quo of the probe? Great. They decided to embark on the probe today onwards. Great. The police is secretly probing the area. Spell ഇവിടെ നോക്കി അനുപേ. The police is secretly probing the area where the crime happened. Where, WHERE, where. where എവിടെയാണോ ക്രൈം നടന്നത് എന്ന് കൊടുക്കണം അനുപേ. The Intelligence Bureau is a central investigation team which probes. ടീം അല്ലേ, ടീം സിംഗുലർ അല്ലേ ആദിത്യ? അപ്പൊ വിച്ചിന്റെ മുൻപിലുള്ള ടീമാണ്, പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. അപ്പൊ അതിനുശേഷം which probes on special cases. The probe team, subject to agreement നിർബന്ധമാണ്, കോൺകോഡ് ശ്രദ്ധിക്കണം ആദിത്യ. The probe team found out that the reason behind the heinous murder was vendetta. All right. Most of the people invalidated the change in name of India as Bharat. All right. The officer probed via looking through the evidence and looking through the evidence and questioning the culprits. Okay, that's great. We are looking through. Okay, fine. That's great. Moving on, അടുത്ത സെറ്റിലോട്ട് പോവാം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചോണം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് എന്നതിൽ നിന്നാണ് സ്റ്റാറ്റ്യൂട്ടറി വരുന്നത്. സ്റ്റാറ്റ്യൂട്ട് എന്ന നൗണിൽ നിന്ന് കേട്ടോ. സ്റ്റാറ്റ്യൂട്ട് ഒരു നൗണാണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ എന്നാണ്, നിയമം എന്നാണ്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ളത്, ലീഗൽ, ലോഫുൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അൺലോഫുൾ, ഇല്ലീഗൽ, ഇല്ലിസിറ്റ്, നിയമപരമല്ലാത്തത് അല്ലേ? അതിനാണ് നമുക്കെന്ന് പറയാം നിയമത്തിനെതിരായിട്ടുള്ള. അതാണ് സ്റ്റാറ്റ്യൂട്ടറിന്റെ ഓപ്പോസിറ്റ് പറയാം. ഇല്ലീഗൽ, അൺലോഫുൾ അല്ലെങ്കിൽ ഇല്ലിസിറ്റ് എന്ന് പറയാം. സോ സ്റ്റാറ്റ്യൂട്ടറി, സ്റ്റാറ്റ്യൂട്ട് എന്ന നൗൺ എന്ന് വരുന്ന സ്റ്റാറ്റ്യൂട്ട് ലോ എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഞാൻ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അഗൈൻ നമുക്കതിനെ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് റിവൈസ് ദാറ്റ്സ് ഓൾ. ഓക്കെ. അടുത്ത് നോക്കുക, ഇംപീഡിയ. ഇംപീഡിയ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എൻ ഇംപെഡിമെന്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും. തടസ്സം, അതിനാണ് ഇംപെഡിമെന്റ് എന്ന് പറയാം. ഇംപെഡിമെന്റ് നൗൺ ആണ്, ഇംപീഡിയ വേർബാണ്. തടസ്സപ്പെടുത്തുക അല്ലെ, ഡിലേ ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, ഒബ്സ്ട്രക്റ്റ് ആണ് ഇംപീഡിയ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനെ വളരാൻ അനുവദിക്കാൻ, ഹെൽപ്പ് ചെയ്യുക അല്ലെ. ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഫെസിലിറ്റേഷൻ ഇസ് ഹെൽപ്പിംഗ്, പ്രൊമോട്ടിങ് ആണ്. അതിപ്പോൾ ഫെസിലിറ്റേറ്റ്, ഹെൽപ്പ്, പ്രൊമോട്ട് അതൊക്കെയാണ് ഇംപീഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക കേട്ടോ. ഓർത്ത് വെച്ചോളാം. ഇംപീഡിന്റെ നൗൺ ആണ് ഇംപെഡിമെന്റ്, മറക്കണ്ട, അത് ഓർത്തിരിക്കുക. ഡിലേ, ഹാമ്പർ, ഹിൻഡർ, ഒബ്സ്ട്രക്ട്, പ്രിവെന്റ്, എക്സെട്ര എക്സെട്ര. അതാണ് ഇംപീഡ് എന്ന വാക്കിന്റെ സിനോണിംസ് കാണാം. അടുത്ത റീട്രേറ്റ്. ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ്. റീട്രേറ്റ് മീൻസ് റിപ്പീറ്റ്, അത്രേ ഉള്ളൂ. റീസ്റ്റേറ്റ്, റീഡു, റീക്യാപിച്ചുലേറ്റ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, ഡിഫർ ചെയ്യുക, സ്റ്റേ ചെയ്യുക, നിൽക്കവിടെ, അതിനെയാണ് റീട്രേറ്റ് എന്ന് പറയാം. സോ ഓർത്ത് വെച്ചോണം. റീട്രേറ്റ് എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുക, ഒരു കാര്യം നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നതിനെയാണ്. വീണ്ടും ആവർത്തിക്കുക, വെറും ആവർത്തിക്കുക. അപ്പൊ നമ്മൾ ഈ വെച്ചിട്ടുള്ള വാക്കുണ്ടല്ലോ, റീഡു, അങ്ങനെയുള്ള വാക്കുകളോട് ഒരിക്കലും എഗൻ എന്ന് യൂസിച്ച് കൊടുക്കരുത്. കാരണം ഒരു കാര്യം വീണ്ടും ചെയ്യുന്നതിനാണ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ കൂടെ സെയിം സാധനത്തിന്റെ കൂടെ നമുക്ക് വീണ്ടും ഇത് കൊടുക്കരുത്. ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അതിന്റെ കൂടെ ഈ എഗൻ എന്ന വാക്ക് കൊടുക്കരുത്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. സെന്റൻസിലോട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ.
The behest from the mandate is unavoidable and suggests everyone to be in beck and call for the gleamy million. All right. The malfeasance that the public servant made in the construction of bridge leads to its collapse. Okay. Invalidation of his driving license. License spelling is Pravina. LICENC. License എന്ന നൗണിൻ്റെ കൂടെ സി വരണം, വേർബ് ആണെങ്കിൽ എസ് സി കൊടുക്കായിരുന്നു കേട്ടോ. മെയ്ഡ് ഹിം റെട്രോസ്പെക്റ്റീവ് ഇൻ ഓൾ ദ വർക്ക്സ് അല്ല, ഓൾ ദ വർക്ക് ജോലി എന്നുള്ളത് വർക്കാണ്, പ്ലൂറൽ ഇല്ല, അൺകൗണ്ടബിൾ ആണ് കേട്ടോ പ്രവീണ, ശ്രദ്ധിക്കണേ. ഹിസ് ഐഡിയ ഈസ് റെട്രോസ്പെക്റ്റീവ്. ഓക്കെ. Retrospective rules that are invalidating existing rules must be proved. Okay, that's great. He has already foresaw അല്ല, മിനുവേ സിയുടെ പാസ് സീൻ അല്ലേ, സോ കഴിഞ്ഞിട്ട് സീൻ ഇല്ലേ V3, ഇവിടെ ഫോർ സീൻ കൊടുക്കുക. ഹി ഹാസ് ഓൾറെഡി ഫോർ സീൻ ദ റെട്രോസ്പെക്റ്റീവ് ഗവൺമെന്റ് വുഡ് കട്ട് നോ ഐസ് ഇൻ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്. ഇങ്ങനെ കൊടുക്കണം. ഹി ഹാസ് ഓൾറെഡി സീൻ ദാറ്റ് ദ റെട്രോസ്പെക്റ്റീവ് ഗവൺമെന്റ് വുഡ് cut no eyes in people's perspective. കേട്ടോ, foreseen ആണ്, മറക്കണ്ട. There are certain people whose thoughts are retrospective. Okay. The judiciary is a statutory body of our nation. Yes, it is. The word is Greek to me. Would you mind reiterating it? That's it. എനിക്ക് ഓർമ്മയുണ്ട് ഇതിന്റെ ഇതേ സെന്റൻസ് എനിക്ക് നേരത്തെ പറഞ്ഞത്. So next one is inception. Inception എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാര്യത്തിന്റെ സ്റ്റാർട്ടിങ്, ബിഗിനിങ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഫോർമേഷൻ, അതിനാണ് ഇൻസെപ്ഷൻ എന്ന് പറയാം. അതിൻ്റെ ഇനിസിയേഷൻ എന്നൊക്കെ പറയും, തുടക്കം, ആരംഭം, അതാണ്. അപ്പം ആന്റണിം എന്താണ്? എൻഡ് അല്ലെങ്കിൽ കൺക്ലൂഷൻ. ഒരു കാര്യത്തിൻ്റെ എൻഡ്, അവസാനം അല്ലെങ്കിൽ കൺക്ലൂഷൻ, അതിനെയാണ് നമ്മൾ ഇൻസെപ്ഷൻ്റെ ഓപ്പോസിറ്റ് പറയുക, കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻഡ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് അമെൻഡ് ആണ്. അമെൻഡ് നമുക്ക് ഒരുപാട് അറിയാം. അമെൻഡ് ചെയ്യുക, ഭേദഗതി വരുത്തുക. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ നൗണായിട്ട് വരും. ഭേദഗതി, അമെൻഡ്മെൻറ്റ് അല്ലേ, അമെൻമെൻറ്റ് നൗണും അമെൻഡ് ചെയ്യുക വേർബും. സോ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ആണ്, ഭേദഗതിയാണ്. അപ്പോൾ അമെൻഡ് ചെയ്യുക മീൻസ് റിവൈസ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താ? വേഴ്സൺ ചെയ്യുക. ഒരു കാര്യം നമ്മൾ കുളവാക്കുവാണ്, നശിപ്പിക്കുവാണ്. റിവൈസ് ചെയ്യുമ്പോൾ നല്ല കാര്യം, ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ആണ്, നല്ല കാര്യം, ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക ചെയ്യുന്നത്. ബട്ട് അമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വേഴ്സൺ, ഇമ്പയർ, വിറ്റിയേറ്റ്, നശിപ്പിക്കുക. ദാറ്റ്സ് വാട്ട് അമെൻഡിൻ്റെ ഓപ്പോസിറ്റ്. ഓർത്ത് വെച്ചോണേ, ആന്റണിംസ് വേഴ്സൺ, ഇമ്പയർ അല്ലെങ്കിൽ വിറ്റിയേറ്റ് എന്ന വാക്കുകളാണ്. അടുത്ത വാക്ക് ഇൻഹെറന്റ്ലി. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഹെറന്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ഇൻഹെറന്റ് മാത്രമേ, ഏത് അഡ്ജക്റ്റീവിൻ്റെ കൂടെയും ബേസിക് എന്ന അഡ്ജക്റ്റീവിൻ്റെ എൽ വൈ ഇട്ടാൽ അഡ്വേർബ് കിട്ടും. അഡ്ജക്റ്റീവിൻ്റെ എൽ വൈ ഇട്ടാൽ ഇൻട്രിൻസിക്കിൻ്റെ കൂടെ എന്ത് കൊടുക്കുമ്പോൾ ഇൻട്രിൻസിക്കലി കൊടുക്കും. അതുപോലെ നാച്ചുറലിൻ്റെ കൂടെ എൽ വൈ ഇട്ടപ്പോൾ നാച്ചുറലി വന്നു. അതുപോലെ എസെൻഷ്യലിൻ്റെ കൂടെ എൽ വൈ ഇട്ടപ്പോൾ എസെൻഷ്യലി വന്നു. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽ വൈ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്വേർബ് കിട്ടും. സോർത്തോള ഇൻട്രിൻസിക്കലി, നാച്ചുറലി, ബേസിക്കലി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇൻഹെറന്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഇൻഹെറന്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻട്രിൻസിക്കലി ഒക്കെ പറയില്ലേ, അതുപോലെ തന്നെ നാച്ചുറലി, ബേസിക്കലി, അതായത് ശരിക്കും ഇങ്ങനെ പറഞ്ഞാൽ അത് നാച്ചുറലായിട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നതല്ല. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആർട്ടിഫിഷ്യലി പറയാം. എക്സ്ട്രിൻസിക്കലി, പുറമേയുള്ള, ഔട്ട്വേർഡ്ലി പറയാം. ഇൻഹെറന്റ്ലി ഉള്ളിലുള്ളതാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയും നമ്മൾ ഔട്ട്വേർഡ്ലി, പുറമെ ഇങ്ങനെയാണ് ഉള്ളത് എന്ന് പറയാം, ഔട്ട്വേർഡ്ലി പറയാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രിൻസിക്കലി പറയാം, ആർട്ടിഫിഷ്യലി എന്നൊക്കെ പറയാം കേട്ടോ, ഓർത്ത് വെച്ചോണം. അത് ഇൻഹെറന്റ്ലിയുടെ ഓപ്പോസിറ്റ് ആണ്. അഡ്വേർബ് തന്നെയാണ് അഡ്വേർബിൻ്റെ ഓപ്പോസിറ്റ് വരിക കേട്ടോ, ഓർത്ത് വെച്ചോണം. ഹി നോസ് എ ലോട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മാറ്റർ. ആ ലോട്ട് ഓഫ് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആയില്ലേ, ആ ലോട്ട്സ് ഓഫ്. അത് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ലോട്ട്സ് ഓഫ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ സിംഗുലർ, അൺകൗണ്ടബിൾ നൗണ്ട് സിംഗുലർ. പക്ഷെ മാറ്റർ പ്ലൂറൽ ഉണ്ടല്ലോ ഷൈനി, അപ്പം എന്നെ കൊടുക്കണം ഹി നോസ് എ ലോട്ട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മാറ്റേഴ്സ്, a lots of people അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ലോട്ട് ഓഫ് അല്ലെങ്കിൽ വെറും ലോട്ട്സ് ഓഫ്, രണ്ടാണ് കേട്ടോ. ലോട്ട്സ് ഓഫ് എന്ന് പറയാം, ലോട്ട്സ് ഓഫ് പീപ്പിൾ, ലോട്ട്സ് ഓഫ് ഷുഗർ. കൗണ്ടബിൾ അൺകൗണ്ടബിൾ കൂടെ ഉപയോഗിക്കാം, പക്ഷെ കൗണ്ടബിൾ കൊടുത്താൽ അതിൻ്റെ കൂടെ പ്ലൂറൽ കൊടുക്കണ്ടേ. ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ, ലോട്ട്സ് ഓഫ് ബോട്ടിൽസ്, ലോട്ട്സ് ഓഫ് ലാപ്ടോപ്സ് ഒക്കെ പറയില്ലേ, അതുപോലെ. അല്ലെങ്കിൽ a lot of, അതും ഒരേപോലെ. a lot of sugar, a lot of information, a lot of phones, a lot of laptops, a lot of എന്താ പറയുക, a lot of books ഒക്കെ പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ലോട്ട്സ് ഓഫ് അല്ല, വെറും a lot of കേട്ടോ, ശ്രദ്ധിക്കണം ഷൈനി. ഗവൺമെന്റ് ഇൻസിസ്റ്റ് ഓൺ പീപ്പിൾ വെയറിങ് ഓൺ, ഇങ്ങനെ കൊടുക്കണം. സോനിലെ ഞാൻ ഇന്നലെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇൻസിസ്റ്റ് എന്ന നൗണിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം ഒരു പ്രൊപ്പോസിഷൻ, ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ് ഓണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടു ഇൻഫിനിറ്റ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് കൊടുക്കണം? ജറണ്ട് കൊടുക്കുക. ഗവൺമെന്റ് ഇൻസിസ്റ്റ് ഓൺ പീപ്പിൾസ് വെയറിങ് മാസ്ക് ടു ഇംപീഡ് നിപ്പ കേട്ടോ.
The statutory points put forward by him to impede the troublemakers from reiterating mistakes must be considered by the higher authority. Great. The statutory board acts like an authority for the people of India. Great. It is too late to amend our school syllabus. Great. Did you hamp out things before the inception of the outfit? Great. The inception of daily vocabulary session is a great decision of Adda247 Malayalam. All right. Don't impede him. He reiterates his duty. He reiterate അല്ല he reiterates കൊടുക്കണം അല്ലെ ഷൈനി he singular അല്ലേ അപ്പോൾ verb singular കൊടുത്തേ ശബരി good morning ഇന്നെന്താ പറ്റി താമസിച്ചോ. The cascading requests from the people for amending the law are manifesting the inequality in the incumbent one. Okay. Inception of strict laws is necessary to mitigate the crimes against women. Okay. It is mandatory for the government to remove all the impediments in the case of development. Certain diseases are inherent in nature. Yes, it is. Okay. അടുത്ത സെറ്റ് നോക്കിയേ ഫ്രിവലസ്. എന്താ ഫ്രിവലസ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പൻ്റ് ആണ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അൺഇമ്പോർട്ടൻ്റ് ആണ്, ഇനെയിൻ ആണ്, സില്ലി പറയില്ലേ, ട്രിവിയൽ ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്രിവലസ് എന്ന് വാക്ക് പറയാം. ഓർത്ത് വെച്ചോണേ. ഫ്രിവലസ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര സില്ലി ആണ്, അൺഇമ്പോർട്ടൻ്റ് ആണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സീരിയസ്, പ്രാക്ടിക്കൽ, ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻ്റ് എന്നൊക്കെ പറയാം. ഫ്രിവലസിൻ്റെ ഓപ്പോസിറ്റ് പ്രാക്ടിക്കൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഫ്രിവലസ് സില്ലി അതാണ്, അൺഇമ്പോർട്ടൻ്റ്. അതേസമയത്ത് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എനിക്കറിയില്ല, നമ്മൾ മിനിഞ്ഞാന്ന് സെഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അൺസ്ക്രൂപ്ലസ്. അൺസ്ക്രൂപ്ലസ് എന്ന് പറഞ്ഞാൽ അൺപ്രിൻസിപ്പിൾഡ് ആണ്, അൺപ്രിൻസിപ്പിൾഡ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ. ഫെയർ, ഇറ്റ്സ് നോട്ട് ഫെയർ, അത് ന്യായമല്ലാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് വെരി ബാഡ്. ന്യായമല്ലാത്ത, ഡിസോണസ്റ്റ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള, അതിന് നമുക്ക് വിളിക്കാം അൺസ്ക്രൂപ്ലസ് എന്ന് വിളിക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്ക്രൂപ്ലസ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അൺസ്ക്രൂപ്ലസ് നെഗറ്റീവ് വാക്കാണ്, ഓർത്ത് വെച്ചോണേ. ഇവിടെ അൺസ്ക്രൂപ്ലസ് കൊടുത്തേക്കുന്നതിന് ഓർത്ത് വെച്ചോളൂ. ദാറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. അവിടെ അൺ എന്നുള്ള വന്നേക്കുന്നത് ഏബിൾ അണേബിൾ ഒക്കെ പോലെ ഓർത്ത് വെച്ചോ. അൺഎത്തിക്കൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓർത്ത് വെച്ചോണേ. അപ്പം ഡിസോണസ്റ്റ് എന്നൊക്കെ പറയാം മറ്റൊരു വാക്കായിട്ട്. ഓണസ്റ്റ് ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള, അല്ലേ, എത്തിക്കൽ ആയിട്ടുള്ള, സ്ക്രൂപ്ലസ് ആയിട്ടുള്ള എന്നൊക്കെയാണ് ഓപ്പോസിറ്റ് വരിക. അടുത്ത പ്രോബിറ്റി. ഞാൻ പറഞ്ഞിരുന്നു പ്രോബ് ആൻഡ് പ്രോബിറ്റി. പ്രോബിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രോബ് ഇൻവെസ്റ്റിഗേഷനാണ്. പ്രോബിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റിഗ്രിറ്റിയാണ്, ഓണസ്റ്റി. നമ്മൾ ഈ അൺസ്ക്രൂപ്ലസ് ഒക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സ്ക്രൂപ്ലസ് പറഞ്ഞില്ലേ. സ്ക്രൂപ്ലസ് എന്ന വാക്ക് അഡ്ജക്റ്റീവ് അല്ലേ, അതിൻ്റെ ഒരു നൗണാണ് നമ്മൾ പറയുന്ന ഈ പ്രോബിറ്റി പറയാം. ഇൻറ്റിഗ്രിറ്റി, ഓണസ്റ്റി, അപ്രൈറ്റ്നെസ്, നേരെ പോകുന്നുള്ള പരിപാടിയില്ല, അത് വിർച്യു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയും അൺവേർദിനെസ്, ഈവിൾ, ഇമ്മൊറാലിറ്റി എന്ന് പറയും. പ്രോബിറ്റിയുടെ ഓപ്പോസിറ്റ് കേട്ടോ. പ്രോബിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റിഗ്രിറ്റി ആണ്, ഓണസ്റ്റി ആണ്, സിൻസിയറിറ്റി ആണ്, സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ്. അപ്രൈറ്റ്നെസ്, അതാണ് സ്ട്രേറ്റ് ഫോർവേഡ്നെസ്. അല്ലെങ്കിൽ വിർച്യു, നേരെ പോകുന്നുള്ളൊരു അവസ്ഥ അല്ലേ, ഉള്ളതുള്ള പോലെ പറയാം, അതാണ് പ്രോബിറ്റി അല്ലേ. ഉള്ളതുപോലെ പ്രോബ് നടത്തുമ്പോൾ അത് പ്രോബിറ്റിയോടെ നടത്തണം എന്ന് പറയും. കാര്യം ഉള്ളതുപോലെ ന്യായമായിട്ട് നടത്തുക അല്ലെ, ഓണസ്റ്റിയോടെ നടത്തുക, ഇൻറ്റിഗ്രിറ്റിയോടെ നടത്തുക, വെറുതെ ഒരു ഏച്ചുകെട്ടൽ വേണ്ട. മനസ്സിലായോ? അതിൻ്റെ ആന്റണിമാണ് അൺവേർദിനെസ്, ഈവിൾ അല്ലെങ്കിൽ ഇമ്മൊറാലിറ്റി എന്നൊക്കെ പറയാം. നൗണാണേ, മറക്കണ്ട. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. അപ്പം അതിൻ്റെ വേർബ് ഓഫ് കോഴ്സ് നമുക്ക് പ്രോബ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ പ്രോബിറ്റി ഈസ് ആൻ അഡ്ജക്റ്റീവ്, വേറൊരു നൗണാണ്. പ്രോബ് എന്ന നൗണുമായിട്ട് ഇല്ല ബന്ധമുള്ള അതിനുള്ള വേറെ കാര്യമാണ്, ഓർത്ത് വെച്ചോളാം. അപ്പോൾ മൂവിങ് ഓൺ ടു അടുത്ത വാക്ക് ഈസ് കണ്ടസ്റ്റേഷൻ. കണ്ടസ്റ്റ് ചെയ്യുക പറയില്ലേ, കണ്ടസ്റ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുക പറയില്ലേ. കണ്ടസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതേ സംഭവമാണ്, വഴക്ക്. അതാണ് നമ്മളൊരു കാര്യമായിട്ട് ഒരാളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലേ, അതാണ് കോൺടെസ്റ്റ്. കണ്ടസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, പക്ഷെ ഇത് കണ്ടസ്റ്റേഷനാണ്. കോൺടെസ്റ്റ് കോമ്പീറ്റ് ചെയ്യുക പറയില്ലേ, കണ്ടസ്റ്റ് കോമ്പീറ്റ് ചെയ്യുക. കണ്ടസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വഴക്കില്ലേ, കണ്ടൻഷൻ, അത് തന്നെയാണ്. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ നൗണില്ലേ, അതേ സാധനമാണ് കണ്ടസ്റ്റേഷൻ. അർത്ഥം ഇതാണ് ആർഗ്യുമെന്റ്, കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട്, ഡിസഗ്രിമെന്റ് പറയില്ലേ, ആ സാധനം. അതിൻ്റെ ആന്റണിം അപ്പം എന്തോരും അഗ്രിമെന്റ്, കൺസെൻസസ് പറയും. അപ്പോൾ കണ്ടസ്റ്റേഷന് കണ്ടൻഷൻ്റെ അതേ മീനിങ് ആണ് കേട്ടോ, സെയിം മീനിങ് ആസ് കണ്ടൻഷൻ. നമ്മൾ പറയില്ലേ കണ്ടൻഷൻ, ബോൺ ഓഫ് കണ്ടൻഷൻ, ആ കണ്ടൻഷൻ അതേ മീനിങ് ആണ്, സെയിം സാധനം ഓർത്ത് വെച്ചോളാം. അതാണ് കണ്ടസ്റ്റേഷൻ. അഗ്രിമെന്റ്, കൺസെൻസസ് ആണ് ഓപ്പോസിറ്റ് വരിക കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത ട്രാൻസെൻഡ് ചെയ്യുക. ട്രാൻസെൻഡ് ചെയ്യുക, ഒരു കാര്യത്തിനും അതൊക്കെ മേലെ പോവുക, അതാണ് ട്രാൻസെൻഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രാൻസെൻഡ് എന്ന വാക്ക്. അപ്പോൾ സർപ്പാസ് ചെയ്യുക, എക്സൽ ചെയ്യുക, എക്സീഡ് ചെയ്യുക, ഗോ ബിയോണ്ട്, കട്ട് അക്രോസ്, ഇതൊക്കെ ഇതിൻ്റെ ഫ്രേസൽ വേർബുകളാണ്. ടോപ്പ് ചെയ്യുക, ഒരു കാര്യത്തിൽ മറികടക്കുക, എക്സൽ ചെയ്യുക, സർപ്പാസ് ചെയ്യുക, മറികടക്കുക, ടോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുക, ഗോ ബിയോണ്ട്, കട്ട് അക്രോസ് എന്നൊക്കെ ട്രാൻസെൻഡിൻ്റെ മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫോൾ ബിഹൈൻഡ്. അവിടെ വരെ എത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല, മറികടക്കാൻ പറ്റാതിരിക്കുക, ഫോൾ ബിഹൈൻഡ്, ലൂസ്, ഫെയിൽ എന്നൊക്കെ ആൻറ്റി പറയാം ട്രാൻസെൻഡിൻ്റെ കേട്ടോ. ട്രാൻസെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്, റിലീജിയസ് ബൗണ്ടറീസ് അല്ലെങ്കിൽ റേഷ്യൽ ബൗണ്ടറീസിനൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്ന കാര്യമാണ് ലവ് എന്നൊക്കെ പറയും, നമ്മൾ പറയും. അതാണ് ഗോ ബിയോണ്ട് എന്നൊക്കെ പറയും.
സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, നമ്മളൊരു മനുഷ്യൻ്റെ ജാതി നോക്കിയിട്ടല്ല, രാജ്യത്തെ നോക്കിയിട്ടല്ല സ്നേഹിക്കുന്നതൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫോൾ ബിഹൈൻഡ്, അല്ലെങ്കിൽ ലൂസ്, അല്ലെങ്കിൽ ഫെയിൽ എന്നൊക്കെ നമ്മൾ പറയാം. അടുത്ത വാക്ക് ഈസ് ഇൻകാർസറേഷൻ. ഇൻകാർസറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇംപ്രസൺമെൻറ്റ് അല്ലെങ്കിൽ കൺഫൈൻമെൻറ്റ്. ഇൻകാർസറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാട്ടോ, ഇംപ്രസൺ ചെയ്യുക, അതിനാണ് ഇൻകാർസറേഷൻ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെച്ചോണം. ഇൻകാർസറേഷൻ കേട്ടോ. ഇൻകാർസറേഷൻ നൗൺ ആണ്, ഇൻകാർസറേറ്റ് ചെയ്യുക ഈസ് വേർബ്. ഓക്കെ, തുറുങ്കിൽ അടയ്ക്കുക, ഇംപ്രസൺ ചെയ്യുക, കൺഫൈൻ ചെയ്യുക, ഡിറ്റൻഷൻ ഒക്കെ ഇല്ലേ, അതാണ് നമ്മൾ ഒരാളെ ഡിറ്റൻഷനിൽ വെക്കുക, അതാണ് നമ്മൾ ഇൻകാർസറേഷൻ എന്ന് പറയുന്നത്. കൺഫൈൻമെന്റിൽ ഇടുക. ഓക്കെ, ആന്റോണിം എന്ത് വരും? ഫ്രീഡം, ലീവേ അല്ലെങ്കിൽ റിലീസ്, അതിനാണ് ഇൻകാർസറേഷൻ്റെ ഓപ്പോസിറ്റ് പറയാം. ഇൻകാർസറേഷൻ തടവിലാക്കി ഇംപ്രസൺമെന്റ് അല്ലേ, അപ്പം കൺഫൈൻമെന്റ് അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രീഡം ആണ്. എന്താ പറയാ, നമ്മുടെ അയ്യോ ഫ്രീഡത്തിന് മലയാളം സ്വാതന്ത്ര്യം, മലയാളം കിട്ടുന്നില്ല, എന്താ ചെയ്യാ അല്ലേ. ലെറ്റ്സ് സീ, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് സെന്റൻസിലോട്ട് പോവാം. ഓക്കെ, ഇവിടം വരെ എത്തിയായിരുന്നു ഞാൻ. ഇനിക്വാളിറ്റി ഇൻകം വൺ വരെ എത്തി തോന്നുന്നു അല്ലേ. ഓക്കെ, it is mandatory for the government to remove all the impediments ഞാൻ പറഞ്ഞായിരുന്നു. Certainties are inherent in nature, അത് പറഞ്ഞു. ഓക്കെ, ഗുഡ് മോർണിംഗ് നന്ദു. Some people are indulge അല്ല, indulge in an inherent talent. Indulge in something. Oh, they are indulge with. Okay, indulge with correct ആണ്. indulge in ഉണ്ട്. If you indulge in something എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക, അതും കറക്റ്റാണ്. അപ്പോൾ അത് വേറെ രീതിയില്ല. indulge in something എന്ന് പറയട്ടോ, നമ്മൾ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് കേട്ടോ ഇൻഡൽജിന്. They are indulged with an inherent talent in any of the field, and we really give panegyric for their each and every performance. All right. പാനജറിക്ക് അഡ്ജക്റ്റീവ് ആടാ, അതിൻ്റെ കൂടെ നമുക്കൊരു ഒബ്ജക്റ്റ് നൗൺ കൊടുക്കണം. ഒബ്ജക്റ്റ് അല്ല, നൗൺ കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ്. പാനജറിക് വാട്ട് എന്ന് കൊടുക്കണം. ഇൻ സം ഇന്റർനെറ്റ് മീഡിയാസ് അല്ല, ഹൗ മോളെ മീഡിയ ഷാൽ പ്രോബ് ഡീപ്ലി ഇൻ ടു ദാറ്റ് ഇഷ്യൂ, അങ്ങനെയല്ല, ഇൻ സം വേണ്ട, വെറും ഇന്റർനെറ്റ് മീഡിയ shall probe deeply into that issue എന്ന് കൊടുത്താൽ മതി. People panic about the inception of Nipah. Oh, like, yes, people do. Altruism was his inherent nature. Okay. Was ആണോ, ഈസ് കൊടുക്കാലോ, ഇപ്പോഴത്തെ നടക്കുന്ന കാര്യമായിട്ട് പറയാലോ. അമെൻമെന്റ് ഈസ് വാസും കറക്റ്റ് ആണ്. ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു റിമൂവ് ദ റെട്രോസ്പെക്റ്റീവ് ലോസ്. യെസ്. വെയറിംഗ് എ മാസ്ക് ഈസ് എൻ ഇൻസെപ്ഷൻ ടു പ്രൊട്ടക്ട് us from various diseases. Yes. Article 368 shows that amendment of the constitution. ഷോസ് ദാറ്റ് വേണ്ട, ഷോസ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. കാരണം ഷോസ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്ലോസിലോട്ട് കൊടുക്കണം കേട്ടോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഹൗ മോളെ. Inherently, the amended rules mandated that it is necessary to establish an exception to overcome the hurdles faced by the domestic victims. Okay, they are considering it as a frivolous one and expunging the unprecedented ramifications. Okay, you don't argue for frivolous matter. Okay, all right. Contestation leads to debate in a group. Okay, nepotism is an unscrupulous thing. All right. Contention V2V3 illada, contention noun aada, contention noun aanu, verb alla, contention noun aanu. Content ചെയ്യുക എന്നുള്ളതാണ് verb. CONTEND, content, contented അത് വരും verb കേട്ടോ. ശബരി, അതാണ് V2V3 വരിക. contention noun ആണ്, noun ന് V2V3 ഇല്ലടാ. He nipped the contestation from the tip or butt for avoiding the cleavage. The probity in submitting frivolous and unscrupulous petitions by the law violators must be investigated. Probity will command respect everywhere. Okay. Indulge with പറയില്ല, ഇൻഡൽജിൻ്റെ കൂടെ ഇന്നും കൂടി ഉണ്ട്, അതുകൊണ്ട് രണ്ട് യൂസേജ് ഉണ്ട്. ഇൻഡൽജ് ഇൻ സംതിങ് ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്, ചിലതിന് രണ്ടെണ്ണം വരാറുണ്ട്. Nowadays most of the agree with agree to ഒക്കെ പറയില്ല, അതുപോലെ nowadays most of the people do unscrupulous matter for earning money. Nowadays people give more importance to frivolous issues, and also it exists as their major concern. Okay, government is mending fences with the neighboring countries to reining in the transcending of the base price of rudimentary stuffs. Okay, contestation in the parley ended up in tussle. Don't consider Nipah as a frivolous one. Please be careful to transcend it. All right, there is a strong contestation between CPIM and Congress in Kerala, but the bond between all the parties in India alliance transcends all the local disputes. Great. Lots of innocent people are incarcerated because of the crime of high profile people. All right, when did you exculpate from the goal for the alleged incarceration? Question mark. Okay, all right. Bond എനിക്ക് മനസ്സിലായി, among. Yes, between അല്ല, among. Fine. അടുത്തലോട്ട് നോക്കാം. ബോണ്ട് പോസിറ്റീവ് ആണ്, അപ്പോൾ among കൊടുക്കാം. ആൻഡ് മൂവിങ് ഓൺ, നമ്മുടെ വേർഡ്സ് ഇത്രേ ഉള്ളൂ. ദീസ് ആർ ദ വേർഡ്സ് പീപ്പിൾ. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. നമുക്ക് നമ്മുടെ
സെന്റൻസിലോട്ട് പോയി. ഇന്നലത്തെ സെന്റൻസ് ഇതായിരുന്നു. 2 years ago in New York, Medvedev had stopped Djokovic from completing the Grand Slam, the on his feet of winning all 4 majors in a single year. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നോക്കുക, കണ്ട ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആൻസർ പറയാമോ? പെട്ടെന്ന് പറഞ്ഞ ആൻസർ എന്താണ്? ആൻസർ പെട്ടെന്ന് പറഞ്ഞു. ഒരാളെങ്ങാണ്ട് ആൻസർ എനിക്ക് അതിൽ ഇട്ടിട്ടുള്ളൂ, ബാക്കി ആരും ആൻസർ ഇട്ടിട്ടില്ല. അറ്റംപ്റ്റ് ചെയ്യാം. നോ എറർ ആണെങ്കിൽ നോ എറർ എന്ന് പറയാം. ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയേ. 2 years ago, 2 വർഷങ്ങൾക്ക് മുൻപ് ഇൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കേട്ട് ഡസ് ദറ്റ് റിംഗ് എനി ബെൽ പീപ്പിൾ? എഗോ എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടുണ്ടോ? ഞാൻ എഗോ എന്ന വാക്കിനെ പറ്റി നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഹാഡ് അവിടെ വേണ്ട, ദാറ്റ്സ് ഇറ്റ് വിനു. എഗോന്റെ പ്രശ്നം എന്താ? ഇറ്റ്സ് എൻ അഡ്വർബ് ഓഫ് പാസ്റ്റ് ആണ്. അഡ്വർബ് ഓഫ് പാസ്റ്റ് വന്നാൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. അവിടെ എന്ത് കൊടുക്കണം? ഹാഡ് സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റോപ്ഡ് കൊടുക്കുക. മെൻഡലീവ് സ്റ്റോപ്ഡ്, മെഡ്വെഡെവ് സ്റ്റോപ്ഡ് Djokovic from completing the Grand Slam. അതാണ് ആൻസർ വേണ്ടത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കോമ്പറ്റേറ്റീവ് എക്സാം പെർസ്പെക്റ്റീവിൽ തന്നെ ചിന്തിക്കുക. ഇത് നമുക്ക് ചുമ്മാ ഒരു നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് ടോക്കിംഗ്, സ്പീച്ചിൽ, സ്പോക്കൺ ഇംഗ്ലീഷിൽ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എക്സാമിന് നിങ്ങൾക്ക് എറർ വന്നാൽ തിരുത്തിക്കോണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ. ദ ഓണസ് ഈസ് നൗ ഓൺ ദ APCID, Andhra CID, to establish a clear link between Mr. Naidu with all alleged irregularities in the scheme. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്തോണേ, ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ ആൻസർ ഞാൻ കയറി പറയും. ഞാൻ ഇതിനെ കൂടി കൂടുതലൊന്നും പറയുന്നില്ല. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ നോട്ട്സ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഗ്രൂപ്പ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആപ്പിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. എപ്പോഴും നമ്മളോട് കണക്റ്റഡ് ആയിരിക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ താഴെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യാനും അതുപോലെ യുവർ ഡൗട്ട്സ് ആൻഡ് യുവർ സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഉഷാറായിട്ടിരിക്കുക. ബൈ.